ഇപ്പോൾ CATU ആയിക്കോട്ടെ, വേറെ ഏത് യൂണിയൻ ആയിക്കോട്ടെ, ഞങ്ങളെ കൊണ്ടേ ലോഡ് ഇറക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ ലോഡ് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നത് ഗുണ്ടായിസമാണ്. നമ്മൾ ഇറക്കണ്ടെന്ന് പറയാൻ റീസൺ അത് ടഫ് ആൻഡ് ഗ്ലാസ് ആയതുകൊണ്ട് അത് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. 3 ഗ്ലാസ് ഉണ്ട്, അതിൽ ഒരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പൈസ ആര് അത് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 15,000 to 20,000 ആണ് ഒരു ഗ്ലാസിൻ്റെ മാത്രം കോസ്റ്റ് വരുന്നത്. പക്ഷേ ഇത് ഈ നാശനഷ്ടം ഉണ്ടാവുമ്പോൾ ആരും കോമ്പൻസേഷൻ തരുന്നില്ല. അപ്പം അന്ന് മീഡിയ വന്നപ്പോൾ ഇവർ കോമ്പൻസേഷൻ തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്റ്റേഷനിൽ വെച്ച്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് അങ്ങനെയല്ല പറഞ്ഞത്. ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ പൊട്ടുന്നതാണ് പറഞ്ഞത്. GSTയും അടച്ച്, ടാക്സും അടച്ച്, ബാക്കി പേയ്മെൻറ്റ്സും എല്ലാ പ്രൊസീജിയറും ചെയ്ത് ഒരു സ്വന്തം ലോഡ് ഇവിടെ വന്നാൽ ഇറക്കാനുള്ള അവകാശമില്ലെങ്കിൽ പിന്നെന്ത് പറയാൻ. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ ബിസിനസ് തുടങ്ങണം, നിങ്ങൾ എംപ്ലോയി ആവരുത്, ജോബ് സീക്കർ ആവരുത്, ജോബ് ഗീവർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇത് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക്, മാനസികമായൊരു വിഷമത്തിലേക്ക് പോവുക. കാരണം എല്ലാം നേരായ രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും എതിർപ്പാണ് വരുന്നത്. നമസ്കാരം. കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണെന്നാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ യാതൊരു സൗഹൃദപരമായ അന്തരീക്ഷവുമല്ല കേരളത്തിലുള്ളതെന്നാണ് പല സംരംഭകരും പറയുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് മരട് ഹൈലൈറ്റ് പ്ലാറ്റിന എന്ന ഓഫീസ് സമുച്ചയത്തിൽ ഒരു ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗ്ലാസുകൾ ഇറക്കാൻ നേരം CATU തൊഴിലാളികളെത്തി അവിടെ കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അപ്പോൾ അന്ന് ഈ സംഭവങ്ങളോടൊക്കെ പ്രതികരിച്ച സംരംഭകനുണ്ട്, ലൂയിസ് ഐസക് എന്നാണ് പേര്. ലൂയിസ് ഐസക് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയും കേരളത്തിൽ എത്രത്തോളം വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്ന്. അങ്ങനെ ഒരു സൗഹൃദ അന്തരീക്ഷം കേരളത്തിലുണ്ടോ? കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊരു ഗ്ലാസിൻ്റെ ലോഡ് ഇറക്കുന്ന ഇഷ്യൂ വന്നപ്പോഴാണ് പലരും ഇത് അറിഞ്ഞത്. പക്ഷേ പല സൈറ്റുകളിലും ഞങ്ങൾക്ക് CATU എന്ന് മാത്രമല്ല പല ഓർഗനൈസേഷൻസിൽ നിന്നും നമുക്ക് അനുകൂലമായ പ്രതികരണങ്ങളല്ല ലഭിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും സാങ്ഷൻ ആയിക്കോട്ടെ, ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംരംഭം നടത്തുന്ന ആൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പല പ്രതിബന്ധങ്ങളും തരണം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അല്ല, പല കാര്യങ്ങളും ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. പല രീതിയിലും വളഞ്ഞ വഴികളിൽ കൂടെയൊക്കെ തന്നെയാണ് പലരും ഇവിടെ പല സാങ്ഷൻസും നേടിയെടുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുമ്പം അതിൽ ഫ്രീഡം എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. എൻ്റെ വർക്ക് അത് ആർക്ക് കൊടുക്കണം, ഏത് വെണ്ടറിന് കൊടുക്കണം തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പം എനിക്കേ വർക്ക് തരാവുള്ളൂ എന്ന് ഞാൻ പറയാൻ പാടില്ല. അത് ഗുണ്ടായിസമാണ്. ഇപ്പോൾ CATU ആയിക്കോട്ടെ, വേറെ ഏത് യൂണിയൻ ആയിക്കോട്ടെ, ഞങ്ങളെ കൊണ്ടേ ലോഡ് ഇറക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ ലോഡ് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നത് ഗുണ്ടായിസമാണ്. അതിന് തൊഴിലാളി എന്നല്ല പറയുക. അപ്പോൾ ഏത് ബിസിനസ്സിലായാലും അവർക്ക് നമ്മുടെ വെണ്ടറിനെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം വേണം. അത് ഇത്രയും വർഷമായിട്ട് പല സ്ഥലങ്ങളിലും അത് നിരസിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനെ കുറിച്ചല്ല പറയുന്നത്. അന്നിവിടെ സംഭവിച്ചത് ഇപ്പോൾ ഗ്ലാസ് ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ തർക്കമായിരുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞതാണ് പൈസ അവർക്ക് കൊടുക്കാം, പണം അവർക്ക് കൊടുക്കാം, ഞങ്ങൾ ഇറക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ സമ്മതിച്ചില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, അവർക്ക് ആ ലോഡ് നമ്മൾ ഇറക്കണ്ടെന്ന് പറയാൻ റീസൺ അത് ടഫ് ആൻഡ് ഗ്ലാസ് ആയതുകൊണ്ട് അത് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. വേറൊരു സൈഡിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ട് നമ്മുടെ ഗ്ലാസ് ബ്രേക്ക് ആയിരുന്നു, നമുക്ക് ലോസും ഉണ്ടായി. പക്ഷേ ഇത് ഈ നാശനഷ്ടം ഉണ്ടാവുമ്പോൾ ആരും കോമ്പൻസേഷൻ തരുന്നില്ല. അപ്പം അന്ന് മീഡിയ വന്നപ്പോൾ ഇവർ കോമ്പൻസേഷൻ തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്റ്റേഷനിൽ വെച്ച്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് അങ്ങനെയല്ല പറഞ്ഞത്. ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ പൊട്ടുന്നതാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ ഒരു സാധനം ടെക്നിക്കലായിട്ട് സ്കിൽഡ് ലേബർ വെച്ചിട്ട് ഇറക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾ വാശി പിടിച്ചത്. കാരണം നമുക്ക് ആ ഒരു ലോസ്, ആ ഒരു മെറ്റീരിയൽ ഡാമേജ് മാത്രമല്ല, ഇറക്കുന്ന ആളുടെ സേഫ്റ്റി നോക്കണം. കാരണം ഒരു 85 കിലോ പ്ലസ് വരുന്ന ഗ്ലാസ്സാണത്. അതിൻ്റെ ഒരു സേഫ്റ്റി നോക്കണം. പിന്നെ നമുക്കിത് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും അടുത്ത ക്ലാസ് വരാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലോഡ് ഞങ്ങളുടെ സ്കിൽഡ് ലേബേഴ്സിനെ വെച്ച് ഇറക്കുള്ളൂ എന്ന് വാശി പിടിക്കാൻ കാരണം. നേരത്തെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ കളമശ്ശേരി സൈഡിൽ 2 ഗ്ലാസ് പൊട്ടി. അതിന് നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടുമില്ല. അത് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 15,000 to 20,000 ആണ് ഒരു ഗ്ലാസിൻ്റെ മാത്രം കോസ്റ്റ് വരുന്നത്. ഇത്രയും വന്നിട്ട് പിന്നെ അതിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇവർ വന്നപ്പോഴും പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിന് കോമ്പൻസേഷൻ വരണം, ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി തരണം, ഞങ്ങൾ റെസ്പോൺസിബിളാണ്. അപ്പോൾ മീഡിയ വന്നപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് ഞങ്ങൾക്കറിയാം.
ഞാൻ 2017 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മാർക്കറ്റ് റിസർച്ച് ഫേമാണ് ട്രൂക്കോഡ് എന്ന് പറഞ്ഞത്. അതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2020 ഐഡിയ ഹൗസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സംരംഭം ചെയ്യുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയുന്ന പോലെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല, പ്രാക്ടിക്കലി നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഫേസ് വരുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. നമ്മളൊരു പാസ്പോർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ 24 hours കിട്ടും. ഒരു പാസ്പോർട്ട് റിന്യൂ 24 hours തത്കാൽ സ്കീമിൽ നമ്മൾ പാസ്പോർട്ട് കിട്ടും. അതിലൊരുപാട് പ്രൊസീജിയർ ഉണ്ടെങ്കിലും അതൊരു 24 hours കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് ഒരു കമ്പനി ഫോർമേഷൻ 1 month എടുക്കുന്നു? എന്തുകൊണ്ട് ഒരു KSE കണക്ഷൻ 2 weeks എടുക്കുന്നു? എന്തുകൊണ്ട് GST 1 week മുകളിലെടുക്കുന്നു? ഇങ്ങനെ പല പ്രൊസീജിയറിലും നമുക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്. നമ്മളൊരു വളഞ്ഞ വഴിയിൽ ഒരു കാര്യം നേരത്തെ ആക്കണം എന്നല്ല പറയുന്നത്. പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിട്ടും കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേരളത്തിലൊരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ സംരംഭകൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഓൾറെഡി ഇതിലേക്ക് വരുന്നവർ കുറവാണ്. ഇനി വരാൻ ആഗ്രഹിക്കുന്നവരും ഒന്നും മടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. നിങ്ങളുടെ ഒരു സൈറ്റ് നിങ്ങൾ പൂർത്തീകരിച്ച് കഴിയുന്നു, അതിനുശേഷം എത്ര ദിവസങ്ങളെടുത്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ഒരു അനുമതി കിട്ടുന്നത്? അത് പ്രവർത്തിക്കാനായിട്ട് ഇപ്പോൾ KSEB ആണെങ്കിലും അല്ലെങ്കിൽ ഫയറിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിൻ്റെ ഒക്കെ അനുമതി കിട്ടി അത് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് എത്ര നാളുകളെടുക്കും? ഇപ്പം നമ്മൾ ബിൽഡിങ് റെൻറ്റിനെടുക്കുമ്പം ഫയറും കാര്യങ്ങളൊക്കെ ഉള്ള ബിൽഡിങ്ങാണ് കൂടുതലും എടുക്കുന്നത്. കാരണം ആ ഒരു പ്രൊസീജിയേഴ്സിൻ്റെ ഡിലേ ഒഴിവാക്കാൻ. പക്ഷേ പല ബിൽഡിങ്ങിലും KSEB അനുമതി, കാക്കനാട് ഒരു ബിൽഡിങ്ങിൽ ഇതുപോലെ 1.5 മാസം ഞങ്ങൾ പുറകെ നടന്നിട്ടാണ് KSEB അനുമതി കിട്ടിയത്. അതവിടെ ലോഡില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു കസ്റ്റമർ ഒരു കാര്യം ചോദിച്ച് ചെല്ലുമ്പം KSEBയിൽ ആസ് എ കസ്റ്റമർ, ഞാനൊരു കസ്റ്റമറായിട്ടാണ് ചെല്ലുന്നത്. എനിക്ക് കണക്ഷൻ വേണം. നാളെ തൊട്ട് 1 lakh 2 lakh ഞാൻ ബില്ലടയ്ക്കും. ഒരു കസ്റ്റമർ ആവാൻ ആഗ്രഹിച്ച് ഞാൻ ചെല്ലുമ്പം പോയിട്ട് നാളെ വന്ന് ആരെങ്കിലും പറയുമോ? KSEBയുടെ അവസ്ഥ അതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ അടുത്തൊരു കസ്റ്റമർ വരണമെങ്കിൽ ഞാനത് മാർക്കറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാനൊരു കസ്റ്റമറെ എൻ്റെ ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാനൊരു കസ്റ്റമറായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം എനിക്ക് കണക്ഷൻ തരില്ല അല്ലെങ്കിൽ എനിക്ക് അനുമതി തരില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെ പല ഇഷ്യൂസും കേരളത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജോലി നോക്കി പോകുന്നു, പുറത്ത് പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പം ഇപ്പം കാനഡ അല്ലെങ്കിൽ യൂറോപ്പിൽ പോകുന്ന പലരും അവിടെ തന്നെയാണ് ആ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടേക്ക് നമുക്ക് ഫണ്ട് തിരിച്ചു വരുന്നില്ല. ഇതിനുള്ള റീസൺസിൽ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉത്സാഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പം ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. സൊസൈറ്റി ഒന്നാമത് ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞ് വരുമ്പം തന്നെ അവരെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. അതെല്ലാം ഫേസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ഇറങ്ങുന്നത്. അതിലൊരുപാട് ചാലഞ്ചസും ഉണ്ട്. പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ മെച്യൂർ ആവണമെങ്കിൽ ഒരു 2-3 years എടുക്കും, 1000 days എന്നൊക്കെ പറയും. അപ്പം ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് അവകാശപ്പെട്ട പല കാര്യങ്ങളും നിഷേധിക്കുന്നു. GSTയും അടച്ച്, ടാക്സും അടച്ച്, ബാക്കി പേയ്മെൻറ്റ്സും എല്ലാ പ്രൊസീജിയറും ചെയ്ത് ഒരു സ്വന്തം ലോഡ് ഇവിടെ വന്നാൽ ഇറക്കാനുള്ള അവകാശം ഇല്ലെങ്കിൽ പിന്നെന്ത് പറയാനോ? അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തളർന്നു പോവാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേരള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞ യൂണിയൻ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മളെ അന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. യുഎസിനൊക്കെ ആ ഒരു CIT തൊഴിലാളികളുടെ പ്രശ്നം വന്നപ്പോഴാണ് നിങ്ങളിങ്ങനെ ഒരു ഫോം ചെയ്തത്, ഇങ്ങനെ ഒരു സംഘടന? അതെ. ആ ഒരു ഇഷ്യൂവിന് ശേഷം തന്നെ ന്യൂസിൽ നിന്ന് തന്നെ നമ്പർ എടുത്ത് ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തു. അത് നമ്മളിങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലെ പ്രശ്നമുണ്ട്. CITൻ്റെ ഇഷ്യൂ മാത്രമല്ല പറയുന്നത്, വേറെ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംഘടന ഫോം ചെയ്തത്. ഇതിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. അത് നമുക്ക് അവകാശം ഉള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് പല കാര്യങ്ങളും നേരത്തെ ലഭിക്കാൻ അവകാശപ്പെട്ട കാര്യങ്ങൾ ഡിലേ ആവുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ യൂണിയൻ. അല്ലാതെ നമ്മളൊരു പർട്ടിക്കുലർ യൂണിയനെ കുറച്ച് കാണിക്കാനോ അവർക്കെതിരെ പൊരുതാനോ ഒന്നുമല്ല. നമുക്ക് വേണ്ട അവകാശങ്ങൾ നമുക്ക് കിട്ടണം. ഞങ്ങളുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് അത് സമർപ്പിക്കും. ഞങ്ങളുടെ സംഘടനയ്ക്ക് രാഷ്ട്രീയപരമായിട്ട് യാതൊരു രീതിയിലുള്ള അജണ്ടകളും ഇല്ല. കാരണം ഈ ഒരു ഇഷ്യൂ ആണെങ്കിലും രാഷ്ട്രീയവൽക്കരിക്കാൻ പലരും ശ്രമിച്ചായിരുന്നു. നമ്മുടെ ഉദ്ദേശം ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, അവരുടെ പ്രോബ്ലംസ് പരിഹരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതൊരു പ്രത്യേക പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷനോ കാര്യങ്ങളോ ഇല്ല. നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ഓണ്ടർപ്രണർഷിപ്പാണ്. അതിന് അപ്പുറമുള്ളൊരു പൊളിറ്റിക്സ് നമുക്കില്ല. അത് സംഘടനയുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കേരളത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം. അതിന് വേറെ നമ്മൾ മെമ്പർഷിപ്പ് ഫീസോ അങ്ങനത്തെ മൊണറ്ററി കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മുടെ സംഘടനയെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നതാണ്. അത്
ചെയ്യാനും നമ്മൾ ശ്രമിക്കും. സംഘടന ഫോം ചെയ്തു, ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഇപ്പം ആയിട്ടുണ്ട്. പലരുടെ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് പറയുന്നത്? അല്ല, എന്നെ അന്നത്തെ ഇഷ്യൂവിൽ തന്നെ കൊണ്ടുവരുന്ന ഒരാൾ വിളിച്ചത്, പുള്ളി ആത്മഹത്യയുടെ വക്കീലാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. സീ ഫുഡിൻ്റെ ഒരു സംരംഭം ലോൺ എടുത്ത് പുള്ളി തുടങ്ങിയത്. പുള്ളി അന്ന് വിളിച്ച് കരച്ചിലായിരുന്നു. പുള്ളിക്ക് നമ്പർ ന്യൂസിൽ നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത്. പക്ഷേ പുള്ളി പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ്, എനിക്കിത് പുറത്ത് പറയാൻ പേടിയാണ്, എന്നെ ഇവിടെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഡീറ്റെയിൽസ് ഉണ്ട്, എനിക്ക് എൻ്റെ അടുത്തുണ്ട്, ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് പുറത്ത് പറയാത്തവരും ഉണ്ടാവില്ലേ. അത് ഒരുമിച്ച് നിൽക്കുമ്പം ഇപ്പോൾ ഈ ബാക്കി യൂണിയൻകാരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവരെല്ലാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മൾ ആരോടും മത്സരിക്കാനോ എതിർക്കാനോ ഒന്നുമല്ല. ഞങ്ങളുടെ അവകാശങ്ങൾ ഇതൊക്കെയാണെന്ന് ഞങ്ങൾ പറയുന്നു, അതിന് ഞങ്ങളത് അംഗീകരിക്കുക, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ധാരണയിലെത്തുക. ഇനിയും അടുത്തൊരു സ്ഥലത്ത് ഇതേ പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ നിർത്തി പോകാനാണോ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും ഇല്ല. നമ്മൾ ഇത്രയും കാലം പരിധിയില്ല. നമ്മൾ ഇപ്പം ഇതാണെങ്കിലും നിയമപരമായിട്ട് കോർട്ടിലേക്ക് തന്നെ മൂവ് ചെയ്യായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് 3-4 ദിവസമായിട്ടും വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പം നമ്മൾ കോർട്ടിലേക്ക് തന്നെ മൂവ് ചെയ്യായിരുന്നു. പിന്നെ ഈ ഗ്ലാസിൻ്റെ വണ്ടി, ആ ലോറി വന്നത് അവർക്ക് 4 ദിവസം കഴിഞ്ഞപ്പം അവർക്കത് റിട്ടേൺ വേണമെന്ന് അവർ വാശി പിടിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇറക്കുമല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഇറക്കിയെന്നുള്ളൂ. അല്ലാതെ നമ്മൾ ആരെയും എതിർക്കാനോ ഗുസ്തി പിടിക്കാനോ ഒന്നും ഇറക്കിയതല്ല ആക്ച്വലി. അപ്പം ഇനിയും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിയമത്തിൽ വിശ്വാസമുണ്ട്. അത് നമുക്ക് നിയമത്തിൻ്റെ പരീക്ഷ നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പ് ഫീൽഡിൽ എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ? സ്റ്റാർട്ടപ്പ് ഫീൽഡിൽ നമ്മൾ കോളേജസിൽ എല്ലാം ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അതായത് ഈ ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുന്ന കുട്ടികളുടെ ഒരു പെർസെൻറ്റേജ് ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഞാനൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്, കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ബിസിനസ് തുടങ്ങിയ ആളാണ്. നമ്മുടെ എക്സ്പീരിയൻസും സ്ട്രഗിൾസൊക്കെ പറയുമ്പം അവർക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പല കോളേജസിലും നമ്മളൊരു ചാർജ് ചെയ്ത് ചെയ്യുന്ന പരിപാടിയല്ല അത്. പക്ഷേ ഒരു സോഷ്യൽ കോസ് എന്നുള്ള രീതിയിൽ നമ്മൾ പലർക്കും ഇൻസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു ഇൻസിഡൻസൊക്കെ വരുമ്പം നമുക്ക് തന്നെ ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ എന്തിനാണ് കുട്ടികളെ ഇനി ബിസിനസ്സിലേക്ക് ഇറക്കുന്നത് എന്നുള്ളൊരു തോട്ട് വന്നിട്ടാണ് ലിങ്ക്ഡിനിൽ ആ ഒരു ആർട്ടിക്കിൾ എഴുതിയത്. വലിയ രീതിയിൽ വൈറലായി. അതെ, ആ ആർട്ടിക്കിളാണ് ഇപ്പം ഹിന്ദുസ്ഥാൻ ടൈംസും പോസ്റ്റ് ചെയ്തത്. അതായത് ഹാർഡ് ട്രൂത്ത് അബൌട്ട് സ്റ്റാർട്ടിങ് എ ബിസിനസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട്. അതായത് ഞാൻ ആക്ച്വലി അത് നമ്മൾ ദേഷ്യത്തിൽ നിന്ന് എഴുതുന്നതല്ല, ഒരു വിഷമത്തിൽ നിന്ന് എഴുതുന്ന. ഇത്രയും കോളേജസിൽ വിസിറ്റ് ചെയ്ത് സ്റ്റുഡൻസിനെ ബിസിനസ് തുടങ്ങാൻ പ്രേരിപ്പിച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം വന്നപ്പം ഇതാണ് അവസ്ഥ. അപ്പം ഒന്നും കൂടി റീതിങ്ക് ചെയ്യണം നിങ്ങൾ ബിസിനസ് കേരളത്തിൽ തുടങ്ങുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പറന്നോ എന്ന രീതിയിൽ ഞാനൊരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ നിന്ന് എഴുതിയൊരു ആർട്ടിക്കിളാണ്. അതപ്പം അവരത് പബ്ലിഷ് ചെയ്ത് അങ്ങനെ കുറച്ച് വൈറലായിരുന്നു. കുട്ടികളോട് ഇപ്പം പറയാനൊരു ആത്മവിശ്വാസം ഇല്ല. അല്ല, പോയി, ആ ഒരു കോൺഫിഡൻസ് പോയി. കാരണം നമ്മളെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ ബിസിനസ് തുടങ്ങണം, നിങ്ങൾ എംപ്ലോയി ആവരുത്, ജോബ് സീക്കർ ആവരുത്, ജോബ് ഗീവർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇത് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക്, മാനസികമായൊരു വിഷമത്തിലേക്ക് പോവുക. കാരണം എല്ലാം നേരായ രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും എതിർപ്പാണ് വരുന്നത്. അതുകൊണ്ടുള്ളൊരു വിഷമം അത്രയേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ലൂയിസിനെ പോലുള്ള സംരംഭകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ലൂയിസിന് പറയാനുണ്ട്. അദ്ദേഹം ഒരു സംരംഭകനാണ്. അങ്ങനെ തുറന്നടിച്ച് പറയുവാനൊന്നും അദ്ദേഹത്തിന് കഴിയുന്നില്ല. അത് കേട്ട് കഴിഞ്ഞാൽ പലർക്കും പിണക്കമുണ്ടാകാം. ഒരുപക്ഷെ അവർക്കെതിരെ പറയുന്ന ആൾക്കാർ തന്നെ വന്ന് ഇതൊക്കെ ഇല്ലാതാക്കാനുള്ള ശേഷിയുള്ള ആൾക്കാരൊക്കെ ആവും. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളത്. KSEBയുടെ കാര്യം തന്നെ പറഞ്ഞത് തന്നെ ഒരു ഉദാഹരണം മാത്രമാണ്. KSEBയ്ക്കും വേണമെങ്കിൽ ലൂയിസിനെ ഇനിയും അദ്ദേഹത്തിനെ എന്തെങ്കിലും തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ദ്രോഹിക്കാൻ കഴിയും. ആ രീതിയിൽ പലരും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയാത്തത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഓഫീസ് സ്പേസാണ്. ഇതിൻ്റെ ഈ ഗ്ലാസുകൾ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു തർക്കമുണ്ടായതുമൊക്കെ. ഗ്ലാസുകൾ പൊട്ടിപ്പോയാൽ അതിൻ്റെ ഉത്തരവാദി ആരായിരിക്കുമെന്നുള്ള ചോദ്യത്തിന് അവർ മറുപടി നൽകാതിരുന്നതിനെ തുടർന്നാണ് ഇത് തർക്കമുണ്ടാവുകയും ഒക്കെ ചെയ്തത്. കൃത്യമായിട്ട് ഈ ഗ്ലാസ് ക്യാച്ചർ ഉപയോഗിച്ച് തന്നെ വേണം ഇത് ഇറക്കുമ്പോൾ പൊട്ടലോ വല്ലതും ഉണ്ടായാൽ ഇവർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. അതുമാത്രമല്ല, പൊട്ടി ഏതെങ്കിലും ഒരു ഈ തൊഴിലാളിയുടെ CIT തൊഴിലാളികളുടെ ശരീരത്തിലേക്ക് പതിച്ച് വലിയ മുറിവുണ്ടായി ഏതെങ്കിലും തരത്തിലൊരു അപകടമുണ്ടായാൽ ആര് സമാധാനം പറയുമെന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴൊന്നും അവർക്ക് യാതൊരു മറുപടിയുമില്ലായിരുന്നു. പിന്നീട് വലിയ പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷമാണ് അവർ ഗ്യാസ് ക്യാച്ചറൊക്കെ കൊണ്ടുവന്ന് ഇത് താഴെ ഇറക്കി വെക്കുക മാത്രമാണ് ചെയ്തത്. പിന്നീട് അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നത് ലൂയിസിൻ്റെ തൊഴിലാളികളൊക്കെ തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഒക്കെ അറിയണം, ഇതാണ് സംരംഭകരുടെ അവസ്ഥ. നിങ്ങൾ പറയുന്ന യാതൊരു സൗഹൃദ അന്തരീക്ഷവും ഇവിടെ ഇല്ല. ഈ ഒരു സംരംഭം തുടങ്ങുമ്പോൾ
അവർക്ക് ഒരു പേസ്മെൻറ്റ് കെട്ടുന്നത് മുതൽ അത് പൂർത്തിയാക്കി അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയും KSEBയുടെ കണക്ഷൻ കിട്ടുന്നത് വരെയും അല്ലെങ്കിൽ ഫയറിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയും ഒക്കെ ഇവർ എത്ര രൂപ കൈക്കൂലി കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മാറ്റിവെച്ച് കൃത്യമായി ഇവർക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ സർട്ടിഫിക്കറ്റൊക്കെ നൽകാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ ഒരുക്കിയാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ വളരുവാൻ സർക്കാർ സഹായം ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങളിങ്ങനെ വിളിച്ച് പറയുന്ന പോലെ യാതൊരു സൗഹൃദ അന്തരീക്ഷവും കേരളത്തിലില്ല എന്നാണ് സംരംഭകർ പറയുന്നത്. എന്തായാലും കൂടുതൽ ആൾക്കാർ ഇനിയും തുറന്നു പറയുവാനായി മുന്നോട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ലൂയിസിനെ പോലുള്ള ആളുകൾ ഇതുപോലെ പ്രതികരിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. തീർച്ചയായും അവരുടെ പ്രതികരണങ്ങളും നമ്മൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കൊച്ചിയിൽ നിന്നും ടി അഭിഷേകറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.